ഈ ജാഥ KCയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സെമി ഫൈനൽ ജയിച്ച ടീമിന്റേതാണ്. ജനങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ കാണാൻ ധാരാളം ആള് വമ്പിച്ച ജനക്കൂട്ടം ഇന്നിവിടെ വന്നു കൂടിയിട്ടുണ്ട്. യാതൊരു സംശയമില്ല. ഫൈനൽ കാണാൻ ആണ് അതിൽ കാണികളോട് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിരാശപ്പെടേണ്ടി വരില്ല. കപ്പും കൊണ്ട് ഞങ്ങൾ പോവും. യാതൊരു സംശയമാണ്. ഇതിന് മുമ്പിലൊരു ജാഥ പോയിരുന്നു. കാര്യമായിട്ട് കണ്ടത് ബംഗാളിൽ നിന്ന് വന്നവരെയാണ്. രാത്രിയിലൊക്കെ കണ്ടത് കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ ആളില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് അവര് അനുഭവിക്കുന്നുണ്ട്. എങ്ങനെ ആളുണ്ടാവുക? എല്ലാം ഓർക്കാമായിരുന്നു, പക്ഷെ അത് ഓർക്കാൻ പറ്റില്ല. ഏതാത് അയ്യപ്പന്റെ പൊന്നു കൊണ്ടുപോയത് പൊറുക്കാൻ കഴിയൂല. പൊന്നു മക്കളെ അത് ഈ കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, ഒന്നല്ല ഒന്നിലധികം പ്രാവശ്യം ഇതിനു മുമ്പും പരമ്പരാഗതമായുള്ള ജനങ്ങൾ ആദരിക്കുന്ന അയ്യപ്പ നിന്ദ ഉണ്ടായപ്പോൾ പാർലമെന്റ് ഇലക്ഷനിൽ പ്രതികരിച്ചു. ഇപ്പൊ വീണ്ടും ഈ അസംബ്ലി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചു. നേരത്തെ ഇവിടെ വന്നപ്പോൾ ശ്രീ മുരളീധരൻ പ്രസംഗിച്ചത് കേട്ടു. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് ഇനി നമുക്കൊന്ന് മാറ്റി പാടാം. പോറ്റിയെ ഇറക്കിയേ എന്ന് പാടേണ്ട സ്ഥിതിയായി. എന്തൊരു ക്രൂരതയാണ്! നിങ്ങളൊന്ന് ആലോചിച്ചത്. നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു ഇത്രയൊക്കെ ചെയ്യാവൂ. ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്, മുമ്പ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ആളുകളുണ്ട്. ശ്രീ സതീശൻ ഈ ജാഥയുടെ ക്യാപ്റ്റൻ, 10-25 വർഷകാല അസംബ്ലിയിൽ ഇരുന്ന ആളാണ്. എല്ലാം വളരെ പ്രാഗൽഭ്യത്തോടു കൂടി പറയുന്ന ആളാണ്. ആർക്കാ തിരിയാത്തത്? ആർക്കാ മനസ്സിലാവാത്തത്? നിങ്ങൾ ഒതുക്കി തീർക്കുകയാണ് എന്നുള്ളത്. ആ ഒതുക്കി തീർക്കുന്ന വിദ്യയാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലൊരു പുതിയ യുഗം പിറക്കുക തന്നെ വേണം. എല്ലാം ബുദ്ധിമുട്ടിലാണ്. ജനങ്ങൾ മൊത്തം ബുദ്ധിമുട്ടിലാണ്. കാസില്ല. നിയമസഭയിലൊക്കെ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. വല്ലതിനും വല്ല മറുപടിയുണ്ടോ? ഞങ്ങൾ ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന ആന്റണി ഭരിച്ചിരുന്ന ഞങ്ങളുടെ UDF ഗവൺമെന്റുകൾ ഭരിച്ചിരുന്നപ്പോ ഞങ്ങളുടെ നേട്ടങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു. പക്ഷെ 10 കൊല്ലം കഴിയുമ്പോ ഞാൻ അസംബ്ലിയിൽ എണീറ്റെന്ന് ചോദിച്ചു, ചൂണ്ടിക്കാണിക്കാൻ എന്തെങ്കിലും ഒന്നുണ്ടോ? ഞങ്ങളതല്ലാതെ നിങ്ങളതായി നിങ്ങൾ ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു അടയാളം നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചേമ്പ് വായി കുടുങ്ങിയതുപോലെ ബബ്ബാറിനെ അവിടെ അവസാനിപ്പിച്ചു. മറുപടി ഉണ്ടാക്കി. അപ്പൊ ഇതാണ് കേരളത്തിലെ ഒരു പുതുയുഗ പിറവി ആവശ്യം. ഈ സ്റ്റേറ്റ് ഇങ്ങനെ പോകാൻ പാടില്ല. ഇവിടുന്ന് കുട്ടികൾ നാട് വിടുക, പഠിക്കാൻ ഇവിടെ നിൽക്കുന്നില്ല. എങ്ങനെ നിൽക്കും? നേരത്തെ ഇവിടെ KC ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, വിദ്യാലയങ്ങളിൽ ക്യാമ്പസുകളിൽ ഒക്കെ നടക്കുന്ന കാര്യം. അവിടെ എങ്ങനെ പുതിയ തലമുറ നിൽക്കും? അവർക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായ ക്യാമ്പസ് വേണം, പഠിപ്പ് വേണം. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ പരിപാടിയുണ്ട്. ചെയ്ത് കാണിച്ചു തരാം UDF വന്നാൽ.